മഴവെള്ളം നോക്ക്. ഗ്യാസ് എല്ലാം ഇങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ മല്ലിയിലല്ലേ എടുക്കണം? ആ ലാസ്റ്റ് പോയി എടുക്കാം. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുക്കാം. കണ്ടാ മഴ? എന്താ ചേച്ചി? ആ ഭയങ്കര മഴയല്ലേ അച്ചാച്ചി? ഇത്രയും ചിക്കൻ എടുത്തുള്ളോ? എനിക്ക് കുറെ ഇത്ര എനിക്ക് തന്നെ തിന്നാനുള്ളതല്ലോ. അമ്മച്ചി പൊന്നാണിയേ, അമ്മച്ചി പൊന്നാണി എവിടെ ഇരിക്കുന്നേ? കൊമ്പത്തോ? അമ്മൂൻ്റെ മുറിയിൽ ഇരിക്കുക. അമ്മേൻ്റെ പൊന്നാണി ആരാ? നമ്മൾ ഫാൻ ഇടൂല്ലോ കേട്ടോ, ഫാൻ ഇട്ടാ പണിയാ. പൊന്നാണി അവിടെ ഇരുന്നോ? പൊന്നാണിയാണോ? ഒരു പൊന്നാണിയാണോ? അവിടെ ഇരുന്നു കേട്ടോ. അമ്മ പൊക്കോട്ടെ, അമ്മ പൊക്കോട്ടെ. പൊന്നാണിയേ, അമ്മ പോട്ടെ. കിളിക്കേ എൻ്റെ അമ്മണിക്കുട്ടനെ കണ്ടോ ഇരിക്കുന്ന കുളിച്ച് സുന്ദരനായിട്ട്? കിളിക്കടാ, അത് മഞ്ചാടിയുടെയാ. അങ്ങനെ അച്ചാച്ചി നമുക്ക് ഒരു ബിരിയാണി, എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടേബിൾ അങ്ങ് ഒഴിച്ചെടുത്ത് ഇവിടെ നിന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിത്തിയെ കാണുന്ന ഇതിന് മുന്നേ ഞാനും അമ്മവും കൂട്ടി പാചകം ചെയ്തതാണ്. എല്ലാം കൂടെ ഞങ്ങളത് തെറിപ്പിച്ച് അല്ലേ കിടുവേ? ഇട് കുളിച്ച് സുന്ദരനായി. എന്തൊരു സുന്ദരനാണോ ഇത്! അടങ്ങിയിരിക്കുന്ന കണ്ടോ? നിങ്ങളാരെങ്കിലും കണ്ടോണ്ട് ഇത്ര അടങ്ങിയിരിക്കുന്ന കൊച്ചിനെ? പിണങ്ങിയിരിക്കുവാണേ. ഉമ്മച്ചനെ എടുത്തന്നെ പറഞ്ഞു ഈ കുരിപ്പിനെ എടുത്ത് മടി വെച്ചേക്കോ. അപ്പയ്ക്ക് തരും ഒരു കാല്. ഓ ചുലുവമ്മയുടെ തമാശ. അയ്യേ എന്തുവാടാ? ഏത് കാലത്ത്? എപ്പോ? നിനക്ക് തരാണ്ട് ആരാടാ ഇന്നലെ മുട്ട തിന്നു? അപ്പോൾ മൊത്തം മേടിച്ചു തിന്ന ആരാടാ? എന്ന് ഇന്നലെ ചിക്കൻ ഇല്ലായിരുന്നു വീട്ടിൽ? ഇതൊക്കെ എപ്പോഴാടാ? ഞാൻ ചിക്കൻ എന്നിട്ട് എല്ല് കഷ്ണം എടുത്ത് നിന്റെ വായി വെച്ചെന്നോ? അപ്പം നീ പട്ടിണിയാണോ? ആ അതുകൂടെ അതിൻ്റെ കുറവുകൂടെ. ഇന്നലെ ഇവിടെ കിടന്ന് കരയുവാ. നന്ദനയുടെ പാലെല്ലാം അപ്പം കുടിച്ച് പാവം പട്ടിണിയല്ലേ? എന്തേലും ആണോടാ? പട്ടിണിയാണോ എൻ്റെ മോൻ? എടാ അപ്പൊ പാല് തരത്തില്ലടാ? പാല് തരുമോ നിനക്ക്? ഇതിന് വിഷമിക്കുന്ന ഓർത്തോർത്ത്. ഒരു ദിവസം ഞാനൊരു ചിക്കൻ തിന്നവന് വേണ്ടാന്ന് പറഞ്ഞപ്പോ അന്ന് തുടങ്ങിയതാ. അപ്പൊ ചിക്കൻ കാൽ എനിക്ക് തരാതെ തിന്നെന്ന്. കൊള്ളോ? പച്ചുവിന്റെ പാലാരാ കുടിച്ചേ? നന്ദനയുടെ? അതും അപ്പയാണോ? വെള്ളം തരും. അപ്പ കുടിച്ചോ? മോന് തന്നോ? കള്ള ഡേ കള്ള ചിരിച്ചോണ്ട് കള്ളത്തരം പറയുന്നോടാ. കള്ളത്തരം എന്നാ നിന്നെ ഞാൻ എടുത്ത് ആറ്റിക്കളയും. സ്പൈഡർമാൻ്റെ അപ്പ കഴുകി ഉണങ്ങി തരാം കേട്ടോ. അയ്യേ അപ്പ കുളിച്ചിട്ട് വരട്ടെ. മിക്സി ഞാൻ ചേച്ചി അവിടെ മേശപ്പുറത്തുണ്ട്. ഓ വേണ്ട, മുഖത്തെന്തോ കടിച്ച മോൻ്റെ. അപ്പക്ക് തരുമോ? അപ്പക്ക് താ പരിപ്പോടെ താ.
തുണിയെല്ലാം വിരിച്ചിടാൻ കിടക്കുക. മഴയോട് മഴ. പാത്രം വെച്ച്. കോഴി ഫ്രൈ ആക്കണ്ട ചാച്ചി, അല്ലാത്ത ബിരിയാണി തിന്നാൻ വേണ്ടിട്ടാ. ഇവിടെ വേറെ ഏലക്ക ഇരിപ്പുണ്ടായിരുന്നു. ആദ്യമേ അല്ലാത്ത കണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഗതിയാ, എത്ര ഇതിക്കുള്ള വെള്ളം വേണം. നമ്മുടെ നാടൻ കോഴി, ഒറിജിനൽ നാടൻ്റെ മുട്ട, 380 അല്ലാത്ത നാടൻ്റെ മുട്ട. കണ്ട അന്ന് എല്ലാ കൃഷി ഒലിച്ചു പോയതിൽ ഞങ്ങൾക്ക് പോകാണ്ട് കിട്ടിയത് മല്ലിയിലൊക്കെ ഉള്ളൂ. നല്ല മല്ലിയില വേണ്ട, മല്ലിയില കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരത്തില്ല. ഇനി ഇഷ്ടംപോലെ മഴ പക്ഷെ ഇത്രയും പെയ്തിട്ട് അത് പിടിച്ചു നിന്നുള്ളതാ. എനിക്കിങ്ങനെ മസാല കുറച്ചിട്ടാണ് എനിക്കിഷ്ടം. പച്ചമുളകും ഇഞ്ചിയോ, മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല, എനിക്കിങ്ങനെ ഇഷ്ടം. അതെ, ചിക്കൻ മസാലയോ മുളക് പൊടി ഒന്നും ചേർക്കാണ്ട് പച്ചമുളക് മാത്രമേ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഞാൻ ഫോൺ എടുത്തിട്ട് വരാൻ താമസിച്ചു പോയി. സ്വന്തമായി സൃഷ്ടിച്ച സാലഡ് ഇത് മിക്സിയുടെ ചോപ്പറിൽ വെച്ച് റെഡിയാക്കി എടുത്തു. ഒരു റൈത്ത സ്റ്റൈലാണ് ഉദ്ദേശിച്ചത്, പക്ഷേ തൽക്കാലം ഇത് മതി. ഉപ്പിട്ട് ഇളക്കിയോമേ? എല്ലാം ഇളക്കി. നമ്മുടെ ഇവിടെ പണിക്ക് വന്നില്ലേ, പണിക്കെന്നല്ല, നമ്മളിവിടെ സഹായിക്കാൻ വന്നിട്ടില്ലേ ഒരു പയ്യൻ, അജയ് ഫ്രം ബംഗാൾ. വെസ്റ്റ് ബംഗാളാണോ ചേച്ചൻ? സിലിഗുഡിയാ? എന്തോന്ന്? അവിടുന്ന് വന്നവനാ. അപ്പം പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനോട് അത്താഴം വെക്കണ്ട, നമ്മളിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞായറാഴ്ച അല്ലേ. നല്ല പുഷ്പിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് അടിപൊളിയായി. എൻ്റെ അടിപൊളിയായിരിക്കണമെന്നില്ലല്ലോ, എല്ലാവരുടെ അടിപൊളി. അങ്ങനെ നമ്മുടെ അജയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ്. നല്ല പ്രകൃതിദത്തമായ മണമുണ്ട്. മസാല വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. പൊതുവെ ഇപ്പം ഞാൻ മസാല കുറച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ഞാൻ മടുത്തതൊക്കെ കാണിച്ച്. കണ്ട് നിങ്ങളും മടുത്തിട്ടില്ലേ? നട്ടപ്പാതിരിക്ക് ഒരാൾ ബിരിയാണി തിന്നുന്നതാണ്ടോ. തന്നെ തീറ്റി കുറവാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു നീ തന്നെ കഴിച്ചാൽ മതി, അതിന് തന്നെ വരി തിന്നുക. ആ എന്താ വാളെ പറയുന്നേ? മോന് സാലഡ് ഇഷ്ടപ്പെട്ടോ? തൈര് ഇഷ്ടപ്പെട്ടോ? ഇനി വേണോ? കൊള്ളാവോ? അപ്പം ഉണ്ടാക്കിയതാ. അപ്പം മിടിക്കുകയാണോ? മിടിക്കാന്ന് അറിയത്തില്ല. അറിയാവോ? അപ്പം ഇട്ടവാണോ? അത് മാറ്റി വെച്ചിട്ട് കഴിച്ചേ. ചിലപ്പോൾ ഇട്ടമല്ല. എപ്പോഴാ ഇട്ടമല്ലാത്ത? അപ്പോൾ ഓ, ഇട്ടവാന്നാണോ? അപ്പോൾ വഴക്കുണ്ടാക്കുമ്പോൾ ഇഷ്ടമാണോ? അല്ലേ? എപ്പോഴാ അപ്പോൾ വഴക്കുണ്ടാക്കിയേ? അപ്പക്ക് വേണ്ട മോനെ പറങ്ങാണ്ടി. അപ്പ കഴിക്കൂല. ഓ, നമ്മളെ തിന്നില്ലേ ഈ സൈസ് ഒരു പറങ്ങാണ്ടി, അതാണോ ഇത്? അപ്പ കഴിക്കത്തില്ല പറങ്ങാണ്ടി. എന്നാ കഴിച്ചോ. അപ്പ വഴക്കുണ്ടാക്ക. ഏത് വഴക്കുണ്ടാക്കുമ്പോഴാ മോൻ ഇഷ്ടമല്ലാത്ത? ഏത് വഴക്ക്? വേണ്ട പൊന്നു മോനെ, ഉരുട്ടി ഉരുട്ടി തിന്നോട്ടാ. വേണ്ട, എൻ്റെ പാത്രത്തിലുണ്ട്. വേണ്ട വേണ്ട വേണ്ട, നിനക്ക് നിറയുമ്പോഴുള്ളൊരു പരിപാടിയാണ്. മൊത്തം കഴിച്ചോണ്ട് അവിടെ ഇരുന്ന്.
നീ ഉരുട്ടിയത് നീ അങ്ങ് തിന്നാ മതി. എന്തോത്തിനാ ഉരുള ഉരുട്ടി വെച്ചേക്കുന്നേ? കഴിക്കടാ തിന്നിരിച്ചോണ്ടിരിക്കാതെ. പച്ചമുളക് ആർക്കാ കൊടുക്കണ്ടേ? ആ കൊടുക്കാം. മാമന് നമുക്ക് വയനാട്ടിൽ കൊണ്ട് കൊടുക്കാം. ആച്ചൊക്കെ ഇട്ട് സ്പൈഡർമാനായിട്ട് കിടക്കുക. എവിടെ കിടന്നാലും വന്നതാ അള്ളിപ്പിടിച്ച് കിടക്കും. ഭയങ്കര കുരുത്തക്കെട്ട ചെറുക്കനായിക്കൊണ്ടിരിക്കുവാണോ? നല്ല മോനാ. അപ്പം എൻ്റെ കല്യാണത്തെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? ഉറക്കെ പറ. കല്യാണമൊക്കെ നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇനി ആരാ കല്യാണം കഴിക്കുന്നത്? ചുലുമ്മ കല്യാണം കഴിക്കും അപ്പനെ. ഞാനും കല്യാണം കഴിക്കും, ചുലമ്മയും കല്യാണം കഴിക്കും, മാമനും കല്യാണം കഴിക്കും, അച്ചാച്ചിയും കല്യാണം കഴിക്കും. എല്ലാരും കൂടെ കല്യാണം കഴിക്കും അല്ലേ? നല്ല കോമ്പിനേഷൻ. അപ്പനെ ഒന്ന് കല്യാണം കഴിച്ച് കാണിച്ചു. എങ്ങനെയാടാ അപ്പ കല്യാണം കഴിക്കുന്നത്? അത് കല്യാണത്തിൽ പോവണ്ടേ, ഒരുങ്ങിട്ട് വേണം പോവാൻ. മാമനെ ഇഷ്ടമാണോ? എടാ കുഞ്ഞമാമനെ നിനക്ക് ഇഷ്ടമാണോടാ? എടാ കള്ള, മാമൻ അപ്പ കല്യാണം കഴിച്ചങ്ങ് വയനാട്ടിൽ കൊണ്ടുപോകുമ്പോൾ നീ എന്തോ ചെയ്യും? അപ്പനെ മാമൻ വയനാട്ടിൽ കൊണ്ടുപോടാ. എന്തിനു? കല്യാണം കഴിച്ച് കൊണ്ടുപോകും. ഞാനും വരും. വരുവോ? ഞാൻ ബസ് കയറി പത്തനംതിട്ട എത്തി, മലപ്പുറത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ അപ്പയുടെ ചീത്തോട്ടിലെത്തിയിട്ട് അതിൻ്റെ കെട്ടിൻ്റെ അവിടെ നിന്ന് എത്തിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ വന്നിട്ട് വലത്തോട്ട് ഇരുന്നിട്ട് വണ്ടി ബസ്സിനകത്ത് വന്ന് 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 കുറേ ദൂരം വന്ന് കുറച്ച് നേരം വയനാട്ടിൽ എത്തിയിട്ട് അപ്പനെ കൊണ്ട് പോവേ. മാമൻ കാണാണ്ട് നമ്മൾ എന്നിട്ട് പോവല്ലേ? മാമൻ കാണാണ്ട് അപ്പൻ കുഞ്ഞ് ഒളിച്ചോടും. അങ്ങനെയാ? ഞാനിപ്പോ വരും. വരുവോ? അപ്പ കാത്തിരിക്കുക. അപ്പൊ എവിടെ പോയാലും അപ്പൻ്റെ കുഞ്ഞിനെ കൊണ്ടേ പോകത്തില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അപ്പൊ ഒരു ട്രോഫി പോലെ നിന്നെ എടുത്തിട്ട് പോവാം. അപ്പക്ക് വേറെ കുഞ്ഞില്ലല്ലോ. ഇതാ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പക്ക് വേറെ കുഞ്ഞുണ്ടായി നീ എന്തോ ഇവിടെ? ഞാനെന്ത് ചെയ്യും? ഞാൻ ആ കുഞ്ഞിനെ നോക്കും. എൻ്റെ പൊന്നു മോനാന്നല്ലോ. അപ്പൊ നീ നേരത്തേക്ക് ഇത് കേൾക്കുമ്പോൾ അവൻ കരയുമായിരുന്നു. ഇപ്പൊ എൻ്റെ കുഞ്ഞ് വലിയ കുഞ്ഞായി, മിടുക്കും കുഞ്ഞായി. മതി മമ്മ. ഇതുപോലെ ഒരു കള്ളക്കിടു. പഞ്ചാബ് സിന്ധ്, പഞ്ചാബ് സിന്ധു, ഗുജറാത്ത്, പഞ്ചാര കുഞ്ചു അല്ല. ബാക്കിയുണ്ടോ? അപ്പം അവിടെ തീ കത്തുന്നുണ്ട്. അച്ചാച്ചി അവിടെയുണ്ട്. കൊച്ചുമോനും അവിടെ എവിടെയോ ഇരിപ്പുണ്ടല്ലോ. ദോ കാലം നീട്ടിയിരിക്കുന്നു. ഇവരെ മുട്ടയിടുന്നത് കലത്തിൽ നിന്ന് കൊത്തിക്കളയുക വേറെ കിളികൾ. അടിയും പിടിയുമാണ്. എൻ്റെ അടി മേടിക്കും കേട്ടോ. എല്ലാവരും ഓരോ കല ഇങ്ങനെ സ്വന്തമായിട്ട് എടുത്താൽ എങ്ങനെ? മുട്ട ഇട്ടൊരിട്ടൊരു മാറിക്കൊടു. കത്തുന്ന കണ്ട നമ്മളെ സ്റ്റാർ കത്തുന്ന കണ്ട.
വൈകിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കോലം നോക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ചാച്ചി അവിടെ എന്തൊക്കെയോ പാചകമാണ്. ഡിസംബർ ആദ്യമായിട്ട് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം വരുന്നത്. അങ്ങനെ ഡിസംബറിൽ തകർത്ത് മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് ഒരു അമ്മയെ വിളിച്ചിട്ടുണ്ട്. അമ്മ വരാമെന്നൊക്കെ പറഞ്ഞ്, അറിയത്തില്ല വരുമോയെന്ന്. അമ്മേ വരുമായിരിക്കും, ഇട്ടേച്ച് പോയാൽ വരത്തില്ല. അതുകൊണ്ട് ഈ അമ്മയെ നോക്കി ഇവിടെ നിൽക്കാം. കിടു അങ്കൻവാടി പോകുന്നതല്ല വരുന്ന, കറങ്ങി കറങ്ങി പെട്ടെന്ന് വരുമല്ല. മരമൊക്കെ നോക്കി. ഓ, പണ്ട് അയൽക്കൂട്ടത്തിന് പോകുമ്പോൾ കയ്യിലൊരു പേപ്പറും ചുരുട്ടിക്കൊണ്ട് പൊക്കോണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ കയ്യിൽ മൊബൈലുമായിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ പാഷൻ ഫ്രൂട്ട് കണ്ടോ, തോട്ടിൽ അതിൻ്റെ ഉറവിടം. നമ്മൾ നട്ട പാഷൻ ഫ്രൂട്ട് നോക്ക്, അഴുത്തതുണ്ടോ അമ്മേ? തോട്ടിൽ പോകല്ലോ എല്ലാം. എടുത്തിപ്പുറം ഇടണം. പാഷൻ ഫ്രൂട്ട് കിടു കണ്ടിട്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ഇപ്പം കിടന്ന് അലച്ചേനെ. അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന്. ചോളം പോത്തു നമ്പർ 1, പോത്തു നമ്പർ 2. അഭിനയ സിംഹമേ, ഞാൻ എത്തി. കിടുവേ, കുളിക്കാം. ഇന്ന് ഡിസംബർ 3. ഡിസംബർ 3 സന്ധ്യയ്ക്ക് 5 മണിയായോ? 5:04. ആ, ലോകം മുഴുവൻ പ്രളയത്തെ കുറിച്ച് പേടിച്ചിരിക്കുമ്പോഴാ വേണ്ട വരുന്നു. എന്തോ അച്ചാച്ചൻ്റെ ഫോൺ ആരാ വിളിക്കും? ആരാ വിളിച്ചത്? ഞാൻ കുളിക്കുവാണോ? ഞാൻ ഇറങ്ങിയ ചേച്ചി. മുട്ട വലിയ ഉണ്ടാക്കണ്ടായോ? ആഹാ, എന്നാ തീക്കാനല്ലേ. എന്ത് പെട്ടെന്നല്ല കാട് കയറുന്നേ. മഴ പെയ്യുമോ? മഴ പെയ്യണമായിരുന്നല്ലോ. അവിടെ ഒരാൾ കാട് തെളിച്ച് കയറി വരുന്നുണ്ടോ? കയ്യാലെ ഇടിക്കരുത്, വഴി കെട്ടിപ്പൊക്കി വരുവാ. ഇപ്പൊ തരും, നോക്കിയിരുന്നു. നല്ലവണ്ണം കഴിയാം. നീ മുട്ടയുടെ പാത്രം എടുക്കണോ? മുട്ട വലിയ ഉണ്ടാക്കാം. മോനെ മുട്ട പുഴുങ്ങിയതാണോ? ആ, ഒന്ന് കണക്കായിട്ട് കൊണ്ടുവാ. വെള്ളം കളാ. മതി മതി. ദേ വരുന്നു. എനിക്ക് വേണ്ട. അയ്യോ അയ്യോ, അങ്ങനെയൊക്കെ നടന്ന് പഠിക്കേ. മുട്ട വലിയ ഉണ്ടാക്കാം. എത്ര 2 എണ്ണം കൂടെ ഉണ്ടല്ലേ? ശരിയാ. പുഴുങ്ങിയ മുട്ടയുമായി കിടിച്ചേട്ടൻ ദ രാജാവ്. രാജി ഇവിടെ കിടപ്പുണ്ടോ? എന്തോ? ഞാനുണ്ട്, പേടിക്കണ്ട. എന്തോ മക്കളെ, നീ എവിടെ പോവാ? പോവണ്ട, നിക്ക് സുരമ്മ തന്നെ വരും. എന്തോടാ? അതുവഴി വന്നു. ഞാൻ ഇറങ്ങി വരട്ടെ? വീട്ടിലെന്തിനാ പോന്നേ? പിന്നെ ഈ കാടും മലയും ചാടി നടന്നോക്ക്
ഒരു തോട് കയറാൻ അറിയാഞ്ഞിട്ട് വീട്ടിൽ പോവാന്ന്. കിടു ഇത് നീ കേൾക്കുന്നുണ്ടോ? അവൻ ജനിച്ച് 3 വർഷമായില്ല, അവൻ ഇതുവഴി പോയി. എടി ആടി ഇറങ്ങ്. എൻ്റെ കയ്യെ പിടിച്ചോ. ഞാൻ ഉള്ളപ്പം അമ്മ എന്തിനാ പേടിക്കുന്നേ? ഉടുപ്പ് നോക്കി പിടിക്കാം ആദ്യം. ഇതെന്തോ കമന്ന് വീഴുന്നോ? അതൊക്കെ തന്നും. വിടണ്ടേ? പിടിക്കണ്ടേ? പിച്ച വെച്ചു വാ. ഇതിപ്പോ ഞാൻ പിടിക്കണ്ടതേ തന്നെ വരുന്നു. ഇതങ്ങ് തന്നെ ആദ്യമേ ചെയ്താ പോരായിരുന്നോ? ആദ്യമേ ഇതങ്ങ് ചെയ്താ പോരായിരുന്നോ? ഇനി വാ, കയ്യെ പിടിച്ചോ. വെറുതെ എൻ്റെ കാല് നനയ്ക്കാൻ വേണ്ടി. വീണ്ടും തുളസികൾ കാന്താരി പഴുത്ത് മറിഞ്ഞ് കുലച്ച് നിൽക്കുന്നു. ഏതൊക്കെയോ ചെടി. വീണ്ടും കാന്താരി. എടാ ചുലുവമ്മ എത്തിയടാ. ആ ചുലുവമ്മയെ പേടിക്കല്ലേ, കാലേ മുള്ളുള്ള കൊള്ളല്ലേ. ഞാനിവിടെ ഉണ്ട്, പേടിക്കണ്ടത്. കയ്യും കഴുകേ. ചേച്ചി മസാലയിൽ ആദ്യം മുട്ട ഇടരുത്. അമ്മയ്ക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത്. ആ ഫുൾഗോപിയുടെ ബജി അത്ര അവർക്ക് കൊടുത്ത ശേഷം ബാക്കി സാധനം നമ്മുടെ രീതിയിൽ. ഓക്കെ, ഇരുന്നോ. ഇതെന്താ കാണിക്കുവാ? തണുക്കുന്നുണ്ടോടാ? എങ്ങനാ? അവർക്കൊന്ന് എന്തോ ഒരു ചർച്ചയിലാണ്. മോനെ ഉടുപ്പ് മാറട്ടെ. ഞാൻ വന്ന ചേച്ചി, അമ്മ പുറകിലുണ്ട്. അപ്പനെ വെള്ളം ഒഴിക്കല. അപ്പൊ പോകാൻ തിരിച്ചു പോകും. മിണ്ടത്തില്ലേ? അപ്പനെ വിഷമിപ്പിക്കുവാണോ നീ? അയ്യേ, നനഞ്ഞ ചെറുക്കൻ, നനഞ്ഞ കുഞ്ഞ്. നക്കാണ ഉമ്മ മതി, നക്കരുത്. കൊഞ്ചല കൊഞ്ചല്. അപ്പൊ മറ്റ അയ്യേ, എന്നെ നനച്ചേ, എന്നെ നനച്ചേ. സ്നേഹിച്ചതാ. നിറമൊക്കെ സെറ്റ് റെഡിയാക്കി വെച്ചിരിക്കുക. എന്റെ സുലോമ ഉണ്ടാക്കിയ പഴംപൊരി തന്നെ എനിക്ക് കൊതി വരുന്നു. ഞാൻ എന്റെ സുലോ എന്താ എനിക്കറിയത്തില്ല ഒന്നും അറിഞ്ഞു. അമ്മ എങ്ങനെയാ ഞങ്ങൾ അണ്ണാനിക്ക് എനിക്കുള്ള സംശയം. അമ്മ ഞങ്ങളെ എങ്ങനെ വളർത്തി ഇത്രയും വലുതാക്കിയെന്ന്? തന്നെ വളർന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
അച്ചാച്ചയുടെ നിഴലും ശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ. അയ്യടാ അടാ പുക പോന്ന പോക്ക് മഞ്ഞ് പോന്നല്ലേ കോടപ്പുക. ലോകത്തിങ്ങനെ വളരാൻ ഭാഗ്യം കിട്ടിയവനുണ്ട്. ഏ ലോകത്തിങ്ങനെ വളരാൻ ഭാഗ്യം കിട്ടിയവനുണ്ട്. കേട്ടോ ഇവനെ പോലെ വളരാൻ ഭാഗ്യം ഇവന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിറകം പോലെ വലിയ കല്ലാത് അവിടെ പോയി. കാല് 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 വീണ കാലയില് അങ്ങനൊന്നും അവന് പനി വരത്തില്ല. വേറെ ഉടുപ്പെടുത്തിട്ടുണ്ട്. എന്തൊരു മണി വേണോ ചൂട് വേണോ? വാ അച്ചാച്ചി മോനും കൂടെ അരുവിയിൽ നിന്ന് കുളിക്കും. മോനെ തല തുറക്കട്ടെ മതി കുടിച്ചേ. എടാ നാനഞ്ഞതാടാ നീ വിടറ കാലെന്ന് കൊരങ്ങൻ കുഞ്ഞിന്റെ കൂട്ട് കാണിക്കുക. എടാ എണ്ണയാ, ചൂടെണ്ണയാ. കളിക്കല്ലേ, കളി പഠിപ്പിക്കുമേ. എന്തോ മോനെ ഇത്? മുളക് മുളക്, കാന്താരി മുളക്. കാന്താരി മുളക്. ഓ കുഞ്ഞു കാന്താരി മുളക്. വെറും പഴംപൊരി അല്ല ഇത്. ഇതാണ് വെള്ളച്ചാട്ടത്തിലെ പഴംപൊരി. കണ്ടില്ലേ? അതും അപ്സരസ് ഉണ്ടാക്കിയ പഴംപൊരി. കണ്ടില്ലേ നിൽക്കുന്നേ? ചിരിക്ക്. ആ സൗന്ദര്യം ഒന്ന് എല്ലാവരും കാണട്ടെ. ഇളക്കിക്കാൻ വീഡിയോ എടുക്കത്തില്ല. കണ്ടോ, പഴംപൊരി മാത്രമല്ല വെള്ളച്ചാട്ടം ഉണ്ട്. മതിയോ? ഇനി ചാടണം വെള്ളത്തിൽ? മതിയോ? എന്നാ പാ തോർത്ത. അച്ചാച്ചി കുളിക്കുന്ന എൻ്റെ കൂടെ. അക്കവന്റെ നമ്പരമ്മ. മോന്റെ കവളത്ത് പോയി. മോനെയാ തണുക്കുന്നേ. അവനറിയാം. കവളത്ത് പോയിടാ നിന്റെ. ആ ചൂടുണ്ടോ? കവളത്ത് വെച്ചോ. കവളത്ത് വെച്ചോ. കയ്യെ കേറട്ടെന്ന്. എന്തോടാ? ആണോ? ഷെഫിന്റെ ഉടുപ്പ് കണ്ടോ? ഈ ഒരു കൊച്ചു കുഞ്ഞിനെ ആരെങ്കിലും കണ്ടായിരുന്നോ? നാക്ക് നീട്ടുന്നേ എന്തിനാ? അതിന് കൊച്ചു കുഞ്ഞിന്റെ മുഖത്തെ മണ്ണ്. കൊച്ചു കുഞ്ഞെന്തിനാ ഈ നാക്ക് നീട്ടുന്നേ? അമ്മ ബാവോ, വെള്ളം കുടിക്കണ്ട അമ്മ. വെള്ളം കുടിക്കുന്ന കുഞ്ഞ് അച്ഛൻ്റെ പൊന്നാണേ. അപ്പൻ്റെ പൊന്നാണേ. ഒരു സുന്ദര കുഞ്ഞാണേ. ഒരു സ്പൈഡർമാനാണേ. കിടുവിന്റെ തല എവിടെ? കിടു ചൂടാ. ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഫ്ലൈറ്റ് കൊടുത്തത്. അത് തന്നെ തെറിച്ച് പോകണല്ലോ. ഒരു ഉമ്മയുടെ പവറാണോ ഇത്? അയ്യേ കണ്ട പന്ന ചെറുക്കണേ. അച്ചാച്ചി ഫോണ് നോക്ക. അച്ചാച്ചിയുടെ അടുത്ത ബജിയാ, ഫോൺ ബജി. കാവിലൊക്കെ മുക്കിയിട്ടുണ്ട്. കുറച്ച് കറണ്ട് ഇടാ, മല്ലിയിലയും കൂടെ. കൊതുക് കടിച്ചാ? കൊതുക് ഏതാണ്ട് കടിച്ചു. കോളിഫ്ലവർ ബജി. പാത്രം കഴുകാൻ വിട്ടാ ചേച്ചി? പാത്രം കഴുകുക.
അപ്പ സമ്മതിക്കത്തില്ലെന്ന്. എന്തൊരു വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യം. ഓ, ഈ നയൻതാരയുടെ വയറ് കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അതെല്ലാം കവർ ഇട്ടായിരുന്നു കഴുകി കഴിഞ്ഞത്. ഇതെല്ലാം കുറച്ച് അച്ചാച്ചി പാത്രം കഴുകാൻ വിട്ടാ ചെക്കനെ. എൻ്റെ തല നല്ലവണ്ണം സോപ്പുണ്ട്. എനിക്ക് പതപ്പിക്കും. കൊതു തീരുമ്പോൾ ഇവിടെ മരിച്ചവരാറുണ്ട് അച്ചാച്ചി മാത്രം ഇല്ലയോ? ഈ അച്ചാച്ചി ആയിരുന്നു പണ്ട് അണ്ണാണി പേടിച്ചോണ്ടിരുന്നത് വടിയെടുക്കുമ്പോ. ഡിസംബറിൽ എടാ, അച്ചാച്ചിയുടെ കണ്ണിനകത്ത് മൊത്തം ചെളിയാടാ. കണ്ണ് കഴുകി കൊടുക്കണ ചെളി കണ്ണില്. കൊതി തീരും വരെ എന്താ ആത്മാർത്ഥമായിട്ടാ കുളിപ്പിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ ജീവിച്ച് മരിച്ചവരാറുണ്ട് അച്ചാച്ചി ഇല്ലയോ? അച്ചാച്ചിയുടെ കൊതി വീഴുന്നോടാ. എന്താ ആത്മാർത്ഥമായിട്ടാ കുളിപ്പിക്കുന്നതെന്ന് നോക്കിയേ. ഈ പറയാം ഞാനല്ലേ അച്ചാച്ചിയെ കുളിപ്പിച്ച് എന്നെ എന്തിനാ വഴക്ക് പറയുന്നത്? നമ്മുടെ ചാർക്ക് കാണാം. നമ്മുടെ ചാർക്ക് കാണാം. ചാറോ ഉണ്ടോ? കണ്ട് ലൈറ്റ് കാണാം. പൂച്ച ചുണ്ടറനായി ചുണ്ടറൻ. അപ്പോഴ് സുന്ദരൻ തിരിച്ചു പോവല്ലേ? ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിരുന്നു. കുഞ്ഞാവ ഇല്ലാണ്ട് ഇങ്ങോട്ട് വരുന്ന ആദ്യം കേട്ടാ. ഞങ്ങൾക്ക് കുഞ്ഞമ്മാമനെ മിസ് ചെയ്ത. മാമൻ എന്തിയടാ? അച്ചാച്ചിനെ ഗൈസ് ഞാൻ കുളിപ്പിച്ചു. ആ, അച്ചാച്ചിനെ ഗൈസ് ഞാൻ കുളിപ്പിച്ചു. മാമൻ എവിടെ പോയടാ? മാമൻ ഇതുവരെ കുളിപ്പിച്ചോ? ഇല്ലല്ലോ. അതെ, മാമൻ അച്ചാച്ചി കുളിപ്പിക്കാൻ പോലും അറിയത്തില്ലല്ലേ? അയ്യേ, ഇങ്ങനെ 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 മുഖത്തോട്ട് വരയ്ക്കുന്ന പോലെ വരയ്ക്കും മാമൻ. ആ, ഈ മാമൻ ഒന്നും അറിയത്തില്ലല്ലേ? എവിടെ പോയടാ മാമൻ? സോപ്പ് ഇവിടെ തേച്ചിട്ട് തലയിലൊക്കെ തേക്കാൻ. മാമൻ എവിടെ പോയടാ? മാമൻ എവിടെ പോയാലും എവിടെ പോയിട്ടോട്ടെ. ആ, എവിടെ പോയാലെന്താ പൊയ്ക്കോട്ടെന്ന് അമ്മക്കറിയേണ്ട കാര്യമില്ലല്ലേ? ഓട്ടെ വഴക്കാളി. രണ്ടുപേരും അവിടെ നിൽക്കുവല്ലോ. വരുവാടാ. പാട്ട് പാടിക്കോ അപ്പയ്ക്ക്. ജനഗണമനേതി പാടിക്കേ. ഞാൻ വേറെ പാട്ട് പാടാ. അതിന്റെ ബാക്കി അറിയത്തില്ല. ആ, ബാക്കി എന്നാ അറിയാവുന്ന പാട്ട് പാട്. ഏത് പാട്ടാ? നീയല്ലേ പറഞ്ഞു നിനക്കറിയാവുന്ന. ഏത് പാട്ടാ? ഏത് പാട്ട് വേണേലും പാടിക്കോ. ഇല്ലിമുളോ? ആ, ഇല്ലിമുളങ്കാടുകളിൽ അല്ലല്ല പാടി വരും തെന്നലേ തെന്നലേ. അല്ല, അല്ലിമല. അല്ലിമലക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ തെന്നലേ. ഇരവില്ലോ നേരമായി വീഴതേമ്പ തളരുമ്പം ഇതുവരെ പോരുമോ നീ തെന്നലേ തെന്നലേ. എന്താ ബാക്കിയതാ? അല്ലിമല കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ. അതിന് ബാക്കിയതാ? ഇനി അമ്പളിയമ്മാവോ പാട്. അമ്പുളി അമ്മാവാത പെരക്കുമ്പിലെന്തുണ്ട് കുമ്മിട്ടിരിപ്പാണ് മാനത്തെ കൊമ്പനപ്പുറത്ത് മാർത്ത മണികളിൽ ഇരിക്കുന്ന നാണം കുടുങ്ങില്ലേ. അപ്പനി കയ്യിൽ നിന്നും ഉടയാത്ത കുപ്പി വളരുമോ. പാവങ്ങളാണേലും ഞങ്ങൾ വാതാവിനോട് ലൈറ്റ് എത്തുന്നുണ്ട്. അവിടെ നമ്മൾ ലൈറ്റ് ഇട്ടു. ഈ ഗേറ്റ് കയറുമ്പോൾ ഞാൻ നിന്നെ താത്തു വെക്കും. അതുവരെ നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞു പോകാം. ഭയങ്കര വഴക്കാളി എന്ന് പറഞ്ഞ ഇവൻ്റെ അത്രയും കുരുത്തം കെട്ട പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. ഈ വീട്ടിലങ്ങ് യുദ്ധമായി. അവന് വടി എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അവൻ തന്നെ വടി എടുത്തുകൊണ്ട് തരും. എന്നിട്ട് പറയും തല്ലിക്കരയിക്കുക. ധൈര്യമുണ്ട് തല്ലിക്കരയിക്കാൻ. തല്ലിയാലും കരയാത്തൊരു കൊച്ച്. ഇങ്ങനൊരു സാധനം. തല്ലാനും തോന്നൂല. കയ്യിലിരിക്കുന്ന അത്രയും തല്ലുകൊള്ളിത്തരും. ഉറക്കം വരുന്നോടാ കള്ള. രാത്രിയാകുമ്പോൾ ഒന്നുകൂടെ ഭംഗിയാവുമല്ലോ.
ഈ ബൾബ് പോയോ മാതാവിൻ്റെ? നേരിയ വെളിച്ചമേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാവും.